apostles എന്നിവയാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റിൻ്റെ ഇരമ്പിൽ പോലെ ആകാശത്തു നിന്ന് ഒരു ശബ്ദമുണ്ടായി. അത് അവരെ ഇന്ന വീട് മുഴുവൻ നിറഞ്ഞു. തീജ്വാല പോലെ പിറന്ന നാവുകൾ അവർക്ക് പ്രത്യാശമായി ഓരോരുത്തരെയും മേൽ വന്ന് ആവസിച്ചു. അവര് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉചിതത്വം നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഭക്തരായ യഹൂദർ അന്ന് ജെറുസലേമിൽ വന്ന് പാർക്കുന്നുണ്ടായിരുന്നു. ഈ ആരംഭം ഉണ്ടായപ്പോൾ പുരുഷാരം ഒന്നുകൂടി തങ്ങളിൽ ഓരോരുത്തരുടെയും ഭാഷയിൽ അവർ സംസാരിക്കാൻ കേട്ട് അമ്പരന്ന് പോയി. അവർ അക്ഷരഭരത്തിലായി ചോദിച്ചു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലക്കാരല്ലേ? എങ്കിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ സ്വന്തം ഭാഷയിൽ കേൾക്കുന്നത് എങ്ങനെ? പാർത്തരും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്താമിയ, യഹൂദിയ, കാപ്പദോക്യ, പൊന്തോസ്, ഏഷ്യാപ്രദേശം, ഫ്രുഗ്യ, പംഫുല്യ, ഈജിപ്ത്, കിഴക്കൻ സമീപമുള്ള ദിവ്യപ്രദേശങ്ങളിൽ വസിക്കുന്നവരും റോമിൽ നിന്ന് വന്ന സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രീറ്റ് നിവാസികളും അറേബികളും ആയ നാം ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ഭാഷയിൽ അവർ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നു. The word of the Lord. Thanks be to God.